നമ്മളെല്ലാവരും ഈ ഒരു ലാൻ കേബിൾ, ഇത്തരം ലാൻ കേബിളുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്താനായിട്ട് നമുക്ക് RJ45ൻ്റെ ഈ ഒരു സ്ലോട്ട് ഇല്ലെങ്കിൽ USB മാത്രം ഉള്ളെങ്കിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന നമ്മുടെ കൺവെർട്ടർ. അതായത് RJ45 ടു USB കൺവെർട്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം കൺവെർട്ടറുകളിൽ നമുക്ക് ഇവിടെ RJ കേബിൾ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് USB ആയിട്ട് കൺവേർട്ട് ചെയ്ത് നെറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ മേടിക്കാൻ നേരത്തെ നമുക്ക് കൺവെർട്ടറുകൾ പല വിധത്തിൽ കിട്ടും. അതായത് ഈ ഒരു കൺവെർട്ടർ പറയുകയാണെങ്കിൽ ഇതൊരു കുറഞ്ഞ കൺവെർട്ടറാണ്. ആക്ച്വലി നമുക്കൊരു 10-300 രൂപ ചിലവ് വരുള്ളൂ കൺവെർട്ടർ. എന്നാൽ ഇതിനാണെങ്കിൽ നമുക്കൊരു 10,500 രൂപയോളം ചിലവ് വരുന്ന ഒരു കൺവെർട്ടറാണിത്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ജിഗാബിറ്റ് കൺവെർട്ടർ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇതുപോലെ കുറഞ്ഞ ക്വാളിറ്റി മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന മാത്രമല്ല ഇൻ്റർനെറ്റ് സ്പീഡും വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ ജിഗാബിറ്റ് കൺവെർട്ടറുകൾ തന്നെ മേടിക്കുക. അപ്പോൾ നല്ല 1 Gbps വരെ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ജിഗാബിറ്റ് കൺവെർട്ടറുകൾ. അപ്പോൾ ഇത്തരം കൺവെർട്ടറുകൾ മേടിക്കുമ്പോൾ ഈ ഒരു ജിഗാബിറ്റ് കൺവെർട്ടറുകൾ തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരു മാക്സിമം സ്പീഡ്